ശാലമോൻ്റെ സോങ് ഓഫ് സോങ്സിൽ പറയുന്നത് പോലെ നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം. അതികാലത്ത് എഴുന്നേറ്റ് മുന്തിരിത്തോട്ടങ്ങളിൽ പോയി മുന്തിരിവള്ളികൾ തളർത്ത് പൂവിടുകയും മാതള നാരങ്ങ മാതള നാരകം പൂക്കുകയോ ചെയ്തു എന്ന് നോക്കാം. അവിടെ വെച്ച് ഞാൻ നിനക്കെൻ്റെ പ്രേമം തരും. ഓക്കെ, അവിടെ വെച്ച് ഞാൻ നിനക്കെൻ്റെ പ്രേമം തരും. ഒരുപാട് യുവാക്കളുടെ ഒരു കൂട്ടായ്മയിൽ ഒരുങ്ങുന്ന ചിത്രമാണ് മാച്ച് ബോക്സ്. ചിത്രത്തിൻ്റെ അണിയറ പ്രവർത്തകരും സംവിധായകരും അതിലെ ഒട്ടുമിക്ക നടീനടന്മാരും എല്ലാം ഇപ്പോൾ മാതൃഭൂമി ന്യൂസിനൊപ്പം മാച്ച് ബോക്സിൻ്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ എത്തുകയാണ്. എന്തായാലും ആദ്യം നമുക്ക് സംവിധായകൻ ശിവറാം ഉണ്ട് നമ്മോടൊപ്പം. ശിവറാം, എന്താണ് മാച്ച് ബോക്സ്? മാച്ച് ബോക്സ് ഒരു സ്നേഹം നിറച്ചൊരു കൊച്ചു പെട്ടിയാണ് മാച്ച് ബോക്സ്. സോ ഒരുപാട് പേരുടെ ഒരുപാട് ചേർച്ചയുള്ള ആൾക്കാരുടെ കഥ പറയുന്ന ഒരു ചെറിയ നന്മയുള്ള സിനിമയാണ് മാച്ച് ബോക്സ്. പെട്ടി തുറന്ന് നിങ്ങൾ എല്ലാവരും ഇപ്പോൾ ഇവിടെ നിൽക്കുന്നുണ്ട്. ഈ പെട്ടിയിലെ കൊള്ളികളാണ്, പല കൊള്ളികളാണ് നിൽക്കുന്നത്. മാച്ച് ബോക്സിൻ്റെ അകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു 4 സുഹൃത്തുക്കളിലൂടെ കോഴിക്കോടിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു കഥ പറയുകയാണ് ഞങ്ങൾ. ഒരു പ്രണയത്തിൻ്റെയും പ്രണയം വരുമ്പോൾ അതിൻ്റെ ചുറ്റുപാടും ഉണ്ടാകുന്ന പല മാറ്റങ്ങളുടെയും എല്ലാം ചേർത്ത് പറയുന്ന ഒരു കഥയാണ് മാച്ച് ബോക്സ്. മാച്ച് ബോക്സ് ഇപ്പോൾ നിങ്ങളെല്ലാവരും കാണുമ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ചേട്ടനാണെങ്കിൽ പോലും കുറച്ച് നാടി ധരിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ, പക്ഷേ എല്ലാം ഒരു യങ് ടീമാണ് മാച്ച് ബോക്സിന്. അപ്പോൾ ഈ ഒരു യുവത്വത്തിനുള്ളിൽ നിന്ന് വലിയൊരു സ്പാർക്ക് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല മലയാള സിനിമയിൽ? യുവത്വം എന്ന് മാത്രം പറയണ്ട, ഇറ്റ്സ് എ മിക്സ്ചർ ഓഫ് ഇതെല്ലാം ഉണ്ട്. കാരണം രേവതി കലാമന്ദിർ പോലൊരു പ്രസ്റ്റീജിയസ് ബാനർ, ഇപ്പോൾ ഇവിടെ കണ്ട ഒരു യങ് ടീം, ഇതിൻ്റെ പിന്നിലൊരു യങ് ടീം, ടെക്നീഷ്യൻസിൻ്റെ സൈഡിൽ ഇനിയും കുറച്ചും കൂടെ സീനിയർ ആയിട്ടുള്ള ആൾക്കാർ, ആർട്ടിസ്റ്റുകളുടെ സൈഡിലാണെങ്കിൽ ഇപ്പോൾ ഷമ്മി ചേട്ടനായാലും അശോകൻ ചേട്ടനായാലും. സോ ഓൾ ടുഗദർ ഒരു യങ് ടീം മാത്രമല്ല, ഈ യങ് ടീമിന് പിന്നിൽ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന വലിയൊരു സെറ്റ് ഓഫ് സീനിയേഴ്സ് ഉണ്ട്. ആൻഡ് ഇറ്റ്സ് ആക്ച്വലി എ ബ്ലെസ്സിങ്. അമ്പോ കോഴിക്കോട് എങ്ങനെ? കോഴിക്കോട് പഴയ പോലൊക്കെ തന്നെ പോയിട്ടാ. ഇടയ്ക്കിടെ മിഠായി തരൂ കത്തുണ്ട്, നാട്ടുകാരൊക്കെ പട്ടി ഓടിച്ചിട്ട് കടിക്കുന്നുണ്ട്. എടാ, വയറ് നിറച്ചൊരുത്തന് തിന്നാനും കുടിക്കാനും കൊടുക്കുമ്പോ എന്റെ മനസ്സും കൂടെ നിറഞ്ഞോന്ന് ഉറപ്പ് വരുത്തണവരല്ലേ നമ്മള് കോഴിക്കോട്ടുകാര്. ഹാപ്പി വെഡിങ്ങിലൂടെ എല്ലാം സുപരിചിതയാണ് പ്രേക്ഷകർക്കെല്ലാം. എങ്ങനെയുണ്ട് ഈ മാച്ച് ബോക്സിൻ്റെ ഭാഗമായത്? മാച്ച് ബോക്സ് എൻ്റെ സെക്കൻഡ് മൂവിയാണ്. വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ഹാപ്പി വെഡിങ്ങിൽ അത്ര വലിയൊരു ക്യാരക്ടറോ അങ്ങനെ കുറേ ചെയ്യാനൊന്നുമില്ല. പക്ഷേ മാച്ച് ബോക്സിൽ അങ്ങനെയല്ല, കുറച്ചും കൂടി കൂടുതൽ ചെയ്യാനുണ്ട്. കുറച്ചും കൂടി പ്രൊഫഷണലിസം ഒക്കെ കാണിക്കാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. രേവതി കലാമന്ദിറിൻ്റെ ബാനറിലാണ് മാച്ച് ബോക്സ് തിയേറ്ററുകളിൽ എത്താൻ പോകുന്നത്. എങ്ങനെ തോന്നുന്നു? ആ ഒരു സന്തോഷം എത്രത്തോളം ഉണ്ട്? വളരെയധികം ഉണ്ട്. എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഇപ്പോഴും ഈ ഒരു ബാനറിൽ എനിക്കൊരു സിനിമ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല. വളരെ ഹാപ്പിയാണ്, അത്രയും പറയാനുള്ളൂ. കോഴിക്കോടാണ് ചിത്രീകരണമൊക്കെ നടന്നത്. കോഴിക്കോടിൻ്റെ ഭക്ഷണം കഴിച്ചിട്ടൊന്നും തടിയൊന്നും വെച്ചില്ലേ? കോഴിക്കോടിന് ഭക്ഷണം കഴിക്കാനുള്ള സമയമൊന്നും കിട്ടിയില്ല. ഞങ്ങൾ ഒരുപാട് പ്രതീക്ഷിച്ചാണ് പോയത്. പക്ഷേ ഷൂട്ട് അത്യാവശ്യം നല്ല ഹെക്റ്റിക്കായിരുന്നു. കിട്ടിയ ചാൻസിലൊക്കെ പോയി ഇടയ്ക്കിടയ്ക്ക് ഒരു ബിരിയാണിയോ ഒരു സർബത്തോ ഒക്കെ കുടിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ശരീരം അങ്ങനെ അധികം തടി വെക്കാറില്ല. എന്തായാലും അതിന് ട്രെയിലറിൽ പറയുന്നുണ്ട് നിങ്ങൾ കോഴിക്കോടിൻ്റെ ഭക്ഷണം, കോഴിക്കോടിൻ്റെ ആളുകളുടെ നന്മ എല്ലാം പറയുന്നുണ്ട്. അത് അവിടെ വന്നപ്പോഴും സിനിമയുടെ ഭാഗമാക്കി കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഞങ്ങളുടെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് രണ്ടുപേരും കോഴിക്കോട്ടുകാരാണ്, കോഴിക്കോട് തന്നെ ജനിച്ച് വളർന്നവരാണ്. അപ്പോൾ അവർ ഈ കഥ കോഴിക്കോട് സെറ്റ് ചെയ്യാനുള്ള മെയിൻ കാരണം തന്നെ അവർ കണ്ടിട്ടുള്ള ഒരു ലൈഫും അവരുടെ ലൈഫിൽ കണ്ടിട്ടുള്ള കുറേ കഥാപാത്രങ്ങളെയും ഇതിലേക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് വന്നിരിക്കുന്നത് കൊണ്ടും പിന്നെ നമ്മുടെ ടീമിൽ ഒരുപാട് കോഴിക്കോട്ടുകാരുണ്ടായിരുന്നു. ഇവരുടെ രണ്ടുപേരുടെ ഇൻഫ്ലുവൻസ് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഷൂട്ട് ചെയ്ത് മുഴുവൻ ആ നാട്ടിലാണ്. ഇതൊക്കെ ആയതുകൊണ്ട് കോഴിക്കോടിൻ്റെ ഒരു ഫ്ലേവറും ക്യാരക്ടറും നല്ലപോലെ വന്നിട്ടുണ്ട്. എന്നാൽ നമ്മൾ ഇതിനു മുമ്പ് സിനിമകളിൽ കണ്ടിട്ടുള്ള സാധാരണ കോഴിക്കോട് കാണുന്ന സാധനങ്ങൾ മാത്രമല്ല മാച്ച് ബോക്സിൽ ഞങ്ങൾ കോഴിക്കോട് നല്ല രീതിയിൽ കാണിക്കുന്നത്. കോഴിക്കോടിൻ്റെയും ഒരു ചെറിയ മൂലയ്ക്ക് നടക്കുന്ന, വളരെ ചെറിയൊരു ലോകത്തിൽ നടക്കുന്ന കുറച്ച് ചെറിയ ആൾക്കാരുടെ ലൈഫിലെ കുറെ വലിയ സംഭവങ്ങളാണ് മാച്ച് ബോക്സിൽ. അമ്പു വീട്ടിൽ നിന്ന് സിഗരറ്റ് വലിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെ ബാത്റൂമിൽ നിന്ന് മാച്ച് ബോക്സ് കിട്ടി. അയ്യോ, അന്റെ പേരെന്താ? അമ്പു. അതവന്റെ വിളിപ്പേരാ. ശരിക്കും പേര് ഏണസ്റ്റോ നരേന്ദ്ര. എന്താ പേര്? അശോക് രാജ്. അടിപൊളി പേരാണല്ലോ. കുമാറിന് അവർ പേരിന്? പെണ്ണിന്റെ പേര് ഗീതു. മാച്ച് ബോക്സ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഉള്ളതാണ്. ലൈക്ക് ഇവർ പറഞ്ഞ മാതിരി കോഴിക്കോടിന് മാത്രമുള്ളതായിട്ടല്ല. ലൈക്ക് കോഴിക്കോടിൻ്റെ പശ്ചാത്തലത്തിൽ എടുത്തതാണെങ്കിലും ലൈക്ക് ദ മൂവി ഈസ് ഫോർ എവറി വൺ.
അപ്പോൾ സിനിമ ഉണ്ടാക്കിയത് ഞാനും നിഖിൽ എഴുതിയപ്പോൾ തന്നെ നമ്മൾ എഴുതിയ പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഓഡിയൻസിന് ഇത് ഇഷ്ടാവോ, ഓഡിയൻസിൻ്റെ പെർസ്പെക്റ്റീവ് എന്നാണ് എഴുതുന്നത്. അപ്പോൾ കോഴിക്കോടിൻ്റെ സ്റ്റൈലാണ്. ഓരോ നമ്മളിപ്പോൾ കുടുംബത്തിൽ നമ്മൾ അച്ഛനമ്മ എല്ലാവരുമായിട്ടുള്ള ഒരു അടുപ്പം, സ്നേഹം, അതേസമയം നമ്മളെ ഫ്രണ്ട്സുമായിട്ടുള്ളൊരു അടുപ്പം, സ്നേഹം, നമുക്കൊരു പെൺകുട്ടിയോട് പ്രേമം തോന്നിയാൽ ആ കുട്ടിയോടുള്ള അടുപ്പം, സ്നേഹം. നമ്മൾ കോഴിക്കോട് പ്ലേസ് ചെയ്തെന്ന് പറഞ്ഞ ഒരു പോയിന്റിൽ എന്താ വെച്ചാൽ നാട്ടുകാർ പൊതുവേ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര അടുപ്പം കാണിക്കുന്ന ഒരു ഇതാണ്. അപ്പോൾ ആ നാട്ടുകാരോടുള്ള അടുപ്പം, സ്നേഹം, ഇങ്ങനത്തെ ഒരുപാട് ചേർച്ചയുള്ള മനസ്സുകൾ ചേരുമ്പോൾ ഉണ്ടാവുന്ന ഒരു പെട്ടിയാണ് മാച്ച് ബോക്സ്. ന്യൂ ജനറേഷൻ ഫിലിമായിട്ട് മുഴുവനായിട്ട് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം പണ്ടൊക്കെ നമ്മുടെ ഫിലിംസിൽ കണ്ടിട്ടുള്ള ഒരു നാട്ടിൻപുറത്തെ കഥയാണത് പറയുന്നത്. പക്ഷേ അതിൻ്റെ മേക്കിംഗ് സ്റ്റൈൽ ഒരു പുതിയതായിരിക്കും. കാരണം ശിവ അത് ഭയങ്കര ഒരു വ്യത്യസ്തമായ രീതിയിലാണ് മേക്ക് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ സ്റ്റൈൽ തന്നെ ഒരു കാണാൻ രസമുണ്ട്. പിന്നെ കഥ പറയുന്നത് നാട്ടിൻപുറത്തെ ഫ്രണ്ട്ഷിപ്പിൻ്റെയും നന്മയുടെയൊക്കെ കഥ പറയുന്നൊരു സിനിമയായിരിക്കും. ഇതെൻ്റെ ആദ്യത്തെ മൂവിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ കൂടുതലാണ്. പിന്നെ രേവതി കലാമന്ത്രം എന്ന് പറഞ്ഞൊരു വലിയ ബാനറിൻ്റെ ഒപ്പം ആദ്യത്തെ മൂവി ചെയ്യാൻ പറ്റിയതിൽ ഉള്ളൊരു സന്തോഷം വേറെ തന്നെയാണത്. സിനിമയിലെ വില്ലനാണോ? വില്ലനായിട്ട് മാത്രം അഭിനയിക്കാൻ പാടുള്ളൂ. വില്ലൻ കട്ട് വില്ലൻ വേണമെങ്കിൽ സസ്പെൻസ് ആയിരിക്കാം. എനിക്കിതൊരു ഇരട്ടി മധുരമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സിനിമാ ലോകത്തേക്ക് കൊണ്ടുവന്നത് സുരേഷ് സാറാണ്. സുരേഷ് സാറിൻ്റെ തേനും വയമ്പും എന്ന ചിത്രത്തിൽ ചൈൽഡ് ആർട്ടിസ്റ്റായിട്ടാണ് ഞാൻ സിനിമയിലേക്ക് വരുന്നത്. രണ്ടാമത്തത് ശിവയുടെ ആദ്യത്തെ പടത്തിൽ ഒരു ക്യാരക്ടർ എന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ചതിന് എനിക്ക് സത്യം പറഞ്ഞാൽ വളരെ സന്തോഷമുണ്ട്. ഈ യങ് ടീമിൻ്റെ ഉള്ളിൽ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ഒരാളായി വന്ന് അവരോടൊപ്പം നിന്ന് സഹകരിച്ചതിൽ വളരെ സന്തോഷം. എടാ, നമുക്ക് അറിയുന്നവനായാലും അറിയാത്തവനായാലും സ്നേഹം വാരിക്കൊരു കൊടുക്കുന്നവരല്ലേ കോഴിക്കോട്ടുകാര്. അലമ്പാക്കല്ലേ? ഇല്ല സണിച്ച. വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് മാച്ച് ബോക്സിൻ്റെ ടീമുള്ളത്. ചിത്രം തിയേറ്ററുകളിലെത്തും. മലയാളി പ്രേക്ഷകർ ചിത്രത്തിനെ ഇരുകൈയും നീട്ടി സ്വീകരിക്കുമെന്ന പ്രതീക്ഷ തന്നെയാണ് ഈ ടീമിനുള്ളത്. തിരുവനന്തപുരത്തും ക്യാമറമാൻ ബോണിക്കൊപ്പം ജിഷ കല്ലിങ്കൽ, മാതൃഭൂമി ന്യൂസ്.